പറയുന്നത്. മൗദൂദിയെ തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വേറെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പല സെക്കുലറിസ്റ്റുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം മൗദൂദിയെ ഏറ്റവും അധികം ലോകത്ത് ആദരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് സലഫികൾ എന്ന് പറയുന്നത്. ഏറ്റവും അധികം ആദരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ്. സൗദി അറേബ്യയിൽ ആദ്യമായ ഒരു ഇസ്ലാമിക സർവകലാശാല മദീന യൂണിവേഴ്സിറ്റി പ്രസിദ്ധമാണത്. അതുണ്ടാക്കാൻ സൗദി ഭരണകൂടം രാജാവ് തീരുമാനിക്കുമ്പോൾ അതിനൊരു സിലബസ് ഉണ്ടാക്കാൻ കത്തെഴുതുന്ന ആർക്കാണ്? ഈ മൗദൂദിക്കാണ്. അങ്ങനെ 1961 സിലബസും തയ്യാറാക്കി മൗദൂദി സൗദിയിൽ എത്തിയപ്പോൾ രാജാവ് സ്വീകരിച്ചു. അങ്ങ് ഈ ഫീൽഡിലുള്ള ഒരാളാണ്, അങ്ങയുടെ സേവനം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് താങ്കളെ ബുദ്ധിമുട്ടിച്ചത്. ആ മൗദൂദി സിലബസ് നൽകിയ മദീന യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ്. അതിലാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖും മദ്ഖലിയും അതുപോലുള്ള പല സലഫി നേതാക്കളും പഠിച്ചത്. ആരാ അതിന്റെ സിലബസ് ഉണ്ടാക്കിയത്? ഈ മൗദൂദിയാണ്. ഈ സലഫിസത്തിന്റെ വക്കയായ കേന്ദ്രമായ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഫൈസൽ അവാർഡ്, അതുണ്ടായ ഒന്നാമത്തെ ഫൈസൽ അവാർഡ് കൊടുക്കുന്ന ആർക്കാണ്? അത് വെറുതെ കൊടുക്കുന്നതല്ല. ലോകം മുഴുവനും പല വേദികളോടും നേതാക്കളോടും അഭിപ്രായം ചോദിച്ച ശേഷമാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇസ്ലാമിക സേവനത്തിനുള്ള അവാർഡ് കിട്ടുന്നത് ആർക്കാണ്? ഇമാം അബുൽ അല അൽ മൗദൂദിക്ക്. സൗദി അറേബ്യയിൽ അവരുടെ പാഠപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അൽ ഹറക്കാത്തു തജ്ദീദിയ, ഈ നൂറ്റാണ്ടിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മുജദ്ദിദുകളെ പരിചയപ്പെടുത്തുമ്പോൾ അൽ ജമാ അൽ ഇസ്ലാമിയ, ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ അവർ അവരുടെ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നു. മൗദൂദിയെ ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിട്ട് അവർ പരിചയപ്പെടുത്തുന്നു. ഈ മൗദൂദി സാഹിബിന്റെ പേരിൽ ഇമാം അബുൽ അല അൽ മൗദൂദി, അബുൽ അല മൗദൂദി സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് പലപ്പോഴും പല റോഡുകളും ഇപ്പോഴും സൗദി അറേബ്യയിൽ ഈ നാമകരണം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെയുള്ള ചില സ്കൂളുകൾക്ക് മദ്രസത്തു അബുൽ അല അൽ മൗദൂദി, അബുൽ അല അൽ മൗദൂദി സ്കൂൾ എന്ന് പേര് നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവർ ഈ പറയുന്ന ഇത്രമാത്രം വലിയ ഒരു മാസ്റ്റർ ബ്രെയിൻ, ഇത്രയും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഇബ്നു ബാസിനെ പോലുള്ള സലഫിസത്തിന്റെ ആചാര്യന്മാർ നിലകൊള്ളുന്ന ഭരണകൂടം ആ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ മൗദൂദി ഇത്രയധികം കൊണ്ടാടപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തത്? ഈ മൗദൂദി മരിച്ചുപോയപ്പോ സാധാരണ ഗായിബായ മയ്യത്തുകൾക്ക് നമസ്കരിക്കേണ്ടതില്ല എന്നാണ് സലഫികൾ പലരും പറയാറുള്ളത്. ഹറമിൽ വളരെ അപൂർവമായിട്ട് ഗായിബായ മയ്യത്തിന് വേണ്ടിയിട്ട് നമസ്കരിക്കാറുള്ളൂ. മൗദൂദി സാഹിബ് മരിച്ചപ്പോൾ ഗായിബായ മയ്യത്തിന് ഹറമിൽ ഈ സലഫി പണ്ഡിതന്മാരും നേതാക്കളും നമസ്കരിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ മൗദൂദി എഴുതിയ ഇവരിപ്പോ പറയുന്ന ഈ ആരോപണങ്ങളുടെ ഒക്കെ മർമ്മമായ അൽ മുസ്തലഹത്തുൽ അർബഅ, ഖുർആൻ കി 4 ബുനിയാദി ഇസ്തിലാഹ്, ഖുർആനിലെ 4 സാങ്കേതിക പദങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ അറബി പതിപ്പിന് അൽ മുസ്തലഹത്തുൽ അർബഅക്ക് അതിലെ ഹദീസുകളെ തഖ്രീജ് നടത്തിയത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ലോക സലഫിസത്തിന്റെ മറ്റൊരാചാര്യനായ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല. അദ്ദേഹം ചപ്പുചവറുകൾ തഖ്രീജ് നടത്തുന്ന ഒരാളല്ല, വലിയ വലിയ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം തഖ്രീജ് നടത്തുക. അപ്പോ മൗദൂദിയുടെ മുസ്തലഹത്തുൽ അർബ, അതിലാണ് അദ്ദേഹം ഹാക്കിമിയത്ത് പറഞ്ഞിട്ടുള്ളത്, അതിലാണ് അദ്ദേഹം ഇബാദത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്, അതിലാണ് അദ്ദേഹം റബ്ബിനെ വിശദീകരിച്ചിട്ടുള്ളത്, അതിലാണ് അദ്ദേഹം ദീനിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഹദീസുകൾ മുഴുവനും തഖ്രീജ് നടത്തിയത് ഇദ്ദേഹമാണ്. ചില ഹദീസുകൾ ഞാൻ കണ്ടിട്ടില്ല, ഈ ഹദീസ് ദഈഫാണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് എഴുതിയതിന്റെ ഉള്ളടക്കം ഒരിക്കലും തെറ്റാണ് എന്ന് അദ്ദേഹം എവിടെയും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നല്ല, അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളികൾ ഇരുന്ന ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത്, മല്ലം യഖ്റ ഹാദൽ കിതാബ് ലം യതിമ്മ ഈമാനുഹു, മൗദൂദിയുടെ അൽ മുസ്തലഹത്തുൽ അർബഅ എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നായിരുന്നു. ഇത്രയും വ്യക്തമായി മൗദൂദി സാഹിബിന്റെ ആശയങ്ങളെ പിന്തുണക്കുന്നത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. അപ്പൊ സലഫി ലോകത്ത് ഇമാം മൗദൂദിക്ക് ലഭിച്ച ആദരത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇത്ര വലിയ ആദരം ലഭിച്ച മഹാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഈ തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.